മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനും വാമദേവനും കൂടി തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. വാമദേവൻ്റെ ചികിത്സ എന്നതിനുപരി കണ്ണൻ്റെ പുരോഗതി എന്തുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ടും വന്നിരിക്കുന്നത്. അവർ വന്ന സമയത്ത് അനന്തവും മാർക്കോയും കൂടി കണ്ണനെ സഹായിക്കുമായിരുന്നു എണീക്കാൻ വേണ്ടിയിട്ട്. വലതുകാലിൻ്റെ വിരലുകൾ ചലിച്ചു, ഇടതുകാലിൻ്റെ വിരലുകൾ ചലിച്ചു. ഇനിയിപ്പോൾ എണീക്കാനാകുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ കണ്ണന് വന്നു തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണനും ശ്രമിച്ചു നോക്കുന്നുണ്ട്, എണീക്കണം, നടക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിൽ. മഹാലക്ഷ്മിയായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യണമെന്നും തങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ കണ്ണൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങി. ആദ്യമൊക്കെ കണ്ണേട്ടന് എണീക്കാനാകുമെന്ന് മഹാലക്ഷ്മി പറയുമ്പം കണ്ണൻ അത് വെറും തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ. ദേവി മുത്തശ്ശി കണ്ണേട്ടന് എണീറ്റ് നടക്കാനാകുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം കണ്ണൻ അന്ന് പറഞ്ഞത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, ആ കാര്യം മാത്രം, ബാക്കിയെല്ലാം മുത്തശ്ശി പറയുന്നത് അതുപോലെ നടക്കുമായിരിക്കും, ഞാൻ എണീറ്റ് നടക്കുമെന്ന് പറഞ്ഞ കാര്യത്തിൽ മാത്രം അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ ആ കണ്ണൻ ഇപ്പോൾ ഒരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അധികം താമസിക്കാതെ തനിക്ക് പഴയതുപോലെ നടക്കാനാകും, തൻ്റെ ഭാര്യയോടൊപ്പം പല സ്ഥലങ്ങളിലേക്കും പോകാനാകും എന്നുള്ളൊരു പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ട് മാക്സിമം കണ്ണനായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. ഒപ്പത്തിനൊപ്പം മാർക്കോയും അനന്തവും തോമസ് വൈദ്യരും ഉള്ളപ്പം കണ്ണൻ ആത്മവിശ്വാസം കൂടുക തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും മാർക്കോയും അനന്തവും കൂടി നിന്ന് പിടിച്ച് വീൽചെയറിൽ നിന്ന് എണീറ്റ് പൊങ്ങിയ സമയത്താണ് വാമദേവനെയും മേഘനെയും കണ്ടത്. അവരെ കണ്ടതും അതുപോലെ തന്നെ അവിടെ വീൽചെയറിലിരിക്കുന്നുണ്ട്. കണ്ണനെയും അനന്തുവിനെയും മാർക്കോയെയും മഹാലക്ഷ്മിയൊക്കെ കണ്ടവർ ഒരു സ്നേഹ സംഭാഷണത്തിനായിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വാമദേവൻ കണ്ണനോട് കുശലം ചോദിക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഒരു കാലിൻ്റെ വിരലുകൾ ചലിച്ചു, മറ്റേ കാലിൻ്റെ വിരലുകൾ ചലിപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും തോമസ് വൈദ്യർക്ക് ആകുന്നില്ല. അമ്മാവൻ എന്താ ഇങ്ങോട്ടേക്ക്? എന്നെ കാണാനാണോ അതോ അഡ്മിറ്റ് ആകാനാണോ? അഡ്മിറ്റ് ആകാനാടാ മോനെ. ഒരു പെങ്കൊച്ച് പ്രായപൂർത്തിയായിട്ട് ഇരിപ്പൂലി. ആ കൊച്ചിനെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ നടുനുവർന്ന് എണീറ്റ് നിന്ന് സ്വാതിയുടെ കൈ ഒരു ചെറുപ്പക്കാരനോടൊപ്പം ചേർത്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വൈദ്യരെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നു, എങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ മേഘനും വാമനും കൂടി പോകുമ്പോഴത്തേക്കും മേഘൻ്റെ മുഖത്തേക്ക് തന്നെ തറപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട് മാർക്കോ. അന്നേരം അനന്ത് പറയുന്നുണ്ട്, അയാളുടെ ഈ വരവിൻ്റെ പിന്നിൽ നിൻ്റെ പുരോഗതി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പം മാർക്ക് പറയുന്നുണ്ട്, അതിന് വല്ല സംശയമുണ്ടോ? വന്ന ഉടനെ ചോദിച്ചത് കണ്ണ സാറിൻ്റെ പുരോഗതി എന്തായെന്നല്ലേ. അയാൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെയൊക്കെ അനന്തരഫലമാണ് ഇപ്പം അനുഭവിക്കുന്നതെങ്കിലും ആ മകനല്ലേ കൂടെയുള്ളത്. അവൻ പറഞ്ഞ് വീണ്ടും മനസ്സ് മാറ്റി പഴയ ആളാക്കി എടുക്കും. അന്നേരം മഹാലക്ഷ്മി പറയുന്നു, എന്തായാലും കണ്ണേട്ട ഇനി പുറത്തു വന്ന് എണീക്കാനും പിടിച്ചു നടക്കാനൊന്നും ശ്രമിക്കണ്ട. അങ്ങനെ വല്ലതും വേണമെങ്കിൽ റൂമിലേക്ക് ആകാം. ഇനി അവരും കാണാൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളോട് എല്ലാവരുടെയും പറയും, നമ്മൾ മറച്ചു വെച്ചതിന് യാതൊരു അർത്ഥവും ഇല്ലാതായി പോകും. തോമസ് സാറിൻ്റെ റൂമിലേക്ക് കയറി വരുന്ന വാമനെയും മേഘനെയും കണ്ടപ്പോഴും തന്നെ തോമസ് സാറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു. മാർക്കോയും കണ്ണനും മഹാലക്ഷ്മി ഒക്കെ പറഞ്ഞ് ഇവരെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അദ്ദേഹത്തിന്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണ് തൻ്റെ ജോലി. തട്ടിളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അബദ്ധത്തിൽ കാല് വഴി താഴെ വീണയാണെന്നുള്ളൊരു കള്ളമാണ് പറഞ്ഞത്. അല്ലാതെ മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അബദ്ധം പറ്റി താൻ വീണു എന്നുള്ള കാര്യമൊന്നും തുറന്നു പറയുന്നില്ല. ഡോക്ടർമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ജീവിതകാലം മുഴുവനും ഇനി വീൽചെയറിൽ ഇരിക്കേണ്ടി വരുമെന്നാണ്. അപ്പോൾ തോമസ് സാർ പറയുന്നു, അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. ആരോഗ്യവും പ്രായവും ഒക്കെ വെച്ച് നോക്കുമ്പം ഇനി എണീറ്റ് നടക്കാനൊരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയരുതേ വൈദ്യരെ, എങ്ങനെയെങ്കിലും ഒന്ന് എണീപ്പിച്ച് തരണം. ഒരു പെങ്കൊച്ചുള്ളതാ. നടുനിവർന്ന് നിന്നുകൊണ്ട് തന്നെ അവളുടെ വിവാഹം നടത്തിക്കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ MD ആയിട്ടുള്ള കണ്ണനുണ്ടല്ലോ വീൽചെയറിലിരിക്കുന്നേ, അവൻ്റെ അമ്മാവനാ ഞാൻ. അവൻ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? അയാളുടെ വലതുകാലിൻ്റെ വിരലുകൾ ചലിപ്പിക്കാനായി, ഇടതുകാലിൻ്റെ വിരലുകൾ എത്ര ശ്രമിച്ചിട്ടും ചലിക്കുന്നില്ല. പിന്നെ ചികിത്സയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് മാസം തോറും വരുന്നതോ അത് കണ്ണൻ്റെ ഭാര്യ മഹാലക്ഷ്മി അവരുടെ നിർബന്ധം കൊണ്ടാണ്. അവർക്ക് എങ്ങനെയെങ്കിലും കണ്ണനെ എണീപ്പിച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് കേട്ടിട്ട് മേഘനാണെങ്കിൽ ചെറു പുഞ്ചിരിക്കുന്നുണ്ട്. കണ്ണൻ എണീറ്റ് നടക്കാനാകത്തില്ല എന്നുള്ള സന്തോഷത്തിൽ. റൂമിലേക്ക് വരുന്ന വാമദേവനോട് പറയുന്നുണ്ട്, ആദ്യം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടച്ചാ, പിന്നെ അതിനോടൊപ്പം തന്നെ കണ്ണൻ്റെ മാറ്റങ്ങളും അറിയണം. അതേസമയം റൂമിലിരുന്ന് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എൻ്റെ വലതുകാലിനോടൊപ്പം തന്നെ ഇടതുകാലിൻ്റെ വിരലുകൾ ചലിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ശത്രുക്കൾക്കൊരു സംശയമുണ്ട്. അത് ക്ലിയർ ചെയ്യാനും കൂടിയായിരിക്കും ഈ സമയത്ത് തന്നെ വാമദേവനെയും കൊണ്ട് മേഘൻ ഇങ്ങോട്ടേക്ക് വന്നത്. അച്ഛനെ റൂമിലാക്കി പുറത്തേക്ക് വരുന്ന മേഘൻ കാണുന്നത് സാഗറിനെയാണ്.
മേഘൻ്റെ മനസ്സിലേക്ക് പല പല കാര്യങ്ങളും ഓടിയെത്തുന്നുണ്ട്. അതായത് മഞ്ജു താലി പൊട്ടിച്ചെറിഞ്ഞ കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വെച്ച് മഞ്ജുവിനെയും സാഗറിനെയും കണ്ടപ്പോൾ തോളി കൈ ചേർത്ത് അവളുടെ കൈയും പിടിച്ചു പോകുന്ന ആ രംഗങ്ങളൊക്കെ ഓർത്തിട്ട് മേഘൻ കലിയോടെ മുണ്ടും മടക്കി കുത്തി ഓടിച്ചെന്ന് അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. നീ എൻ്റെ പെണ്ണിനെ തന്നെ കട്ടോണ്ട് പോയോ അല്ലേടാ? തക്കത്തിന് നിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നതാ. ഇന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവനെ കൊല്ലാനായിട്ട് കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ആ സമയത്ത് തന്നെ മാർക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം മേഘൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് തന്നെ പറയാം. സാഗറാണെങ്കിൽ വല്ലാണ്ട് ഭയന്നു പോയിരുന്നു. മഞ്ജു കോള് വിളിക്കുമ്പോഴും സാഗർ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് വാമദേവനെയും കൊണ്ട് ചികിത്സയ്ക്കായിട്ട് മേഘനാഥൻ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വന്നു എന്നും അവിടെ വെച്ച് കണ്ട എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ മാർക്കോ വന്നാണ് രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മഞ്ജു ആകെ അങ്ങ് പേടിക്കുന്നു. എത്രയും പെട്ടെന്ന് സാഗരേട്ട അവിടെ നിന്ന് ഇനി പോരെ. എന്തായാലും അയാളും എൻ്റെ അമ്മാവനും ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ സാഗരേട്ടൻ്റെ ജീവൻ അപകടമാണ്. അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ദുഷ്ടനാ. ഇനി നമുക്ക് ആ ജോലി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പേടിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ കാണാൻ മറ്റൊരു ജോലി കിട്ടുമോ? അഥവാ ഒരു ജോലി കിട്ടിയാലും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ ജോലിയിൽ നിന്ന് ചിലപ്പോൾ അവർ പിരിച്ചു വിട്ടേക്കാം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് തോമസ് സാർ എന്നെ ജോലിക്കെടുത്തത്. അതുകൊണ്ട് സാർ എന്നെ പിരിച്ചുവിടുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. മാർക്കോയും പറയുന്നത് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ തന്നെ നിന്നോളാനാ, മാർക്കോ കൂടെയുണ്ടെന്ന്. എനിക്കെന്തോ പേടിയാകുന്നു എന്ന് മഞ്ജു പറയുമ്പം സാഗർ പറയുന്നു, മഞ്ജു പേടിക്കണ്ട, മാർക്കോയും ഇവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവൻ.